ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാറായല്ലോ. അപ്പം ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് റെസിപ്പിയായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ആദ്യം തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ സ്പൂൺ ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര മെൽറ്റ് ചെയ്ത് അതിൻ്റെ കളർ ചേഞ്ചൊക്കെ തുടങ്ങി. പഞ്ചസാര നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ഉരുകി വരുന്ന ആ സമയത്ത് വേണം നമുക്ക് സ്പൂണിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ പഞ്ചസാര പൂർണ്ണമായിട്ട് അത് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് ആ കളറ് നല്ല ഒരു ബ്രൗൺ കളറിലോട്ട് വരും. അധികം കരിഞ്ഞു പോകാതെ ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ മെൽറ്റ് ചെയ്ത് ആ ഒരു ബ്രൗൺ കളറിലോട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ആയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുണ്ട്. ആ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തണം. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ദേഹത്തോട്ട് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാസ് ഓഫാക്കിയിട്ടായിരുന്നു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പഞ്ചസാര ഒന്ന് കട്ടായിട്ട് വരും, കട്ടായിട്ട് വരും. അതൊന്ന് പിന്നെ മെൽറ്റ് ചെയ്ത് വരണം. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓണാക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ ഉള്ള കട്ടായിട്ട് വന്ന എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരും. അരക്കപ്പ് പഞ്ചസാര ഉരുക്കാനെടുത്തു. അതിന് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് പഞ്ചസാര എടുക്കുന്ന പഞ്ചസാരക്കാട്ടി ഒരു കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 സ്പൂണോളം അതിൽ ആ പാനിൽ തന്നെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പഞ്ചസാര ഉരുക്കാൻ വെച്ച സമയത്ത് ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തായിരുന്നു. അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ഓറഞ്ചിൻ്റെ വൈറ്റ് കളറ് ഗ്രേറ്റ് ചെയ്യാതെ ആ തൊലി മാത്രമായിട്ടുള്ളത് മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തായിരുന്നു. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്ക് വേണേലും ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചിട്ട് വേണേലും ആ ഓറഞ്ച് തൊലി വിളയിച്ചത് വേണേലും നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പണ്ട് ഇട്ടിരുന്നു. അപ്പോൾ അത് കാണേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അപ്പം വീഡിയോ കയറി കാണാവുന്നതാണ് അതെങ്ങനെയാണ് ഓറഞ്ചിൻ്റെ തൊലി വിളയിക്കുന്നതെന്നുള്ളത്. അതേപോലെ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് നാരങ്ങയുടെ തൊലിയും ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഓറഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ബദാം എടുത്തിട്ടുണ്ട്, ഹേസൽനട്ട് എടുത്തിട്ടുണ്ട്, പിസ്താഷ്യ എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, അതേപോലെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞത് എടുത്ത് വെച്ചേക്കുന്നത്, അത് പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കിസ്മസ് 2 കളറും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും യെല്ലോ ആയിട്ടുള്ള ആ കളറും ആയിട്ടുള്ള കിസ്മസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആ പഞ്ചസാര കഴിച്ച പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നു. അതേപോലെ ആ ഓറഞ്ച് ജ്യൂസ് അടിച്ച് വെള്ളം ചേർക്കാതെ ജ്യൂസ് അടിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മിക്സഡ് ജാറിലോട്ട് ഒരു കപ്പോളം ഒരു ഗ്ലാസ് അതിൽ കാണുന്ന ഒരു ഗ്ലാസോളം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓണാക്കുന്നു. എന്നിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്ത് ആ വെള്ളം ആ ഓറഞ്ച് ജ്യൂസ് അതൊന്ന് തിളച്ച് പിന്നെ അതൊന്ന് പറ്റി വരണം. അപ്പോഴത്തേനും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് വെന്ത് സൊള്ളനായിട്ട് വരും. അങ്ങനെ വരുമ്പം പിന്നെ നമുക്കത് കേക്കിൻ്റെ ബാറ്ററി ചേർക്കുമ്പോൾ താന്ന് പോകത്തില്ല. അപ്പോൾ അതങ്ങനെ താന്ന് പോകുന്നത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് എടുക്കുന്നത്. അതേപോലെ ഓറഞ്ച് ജ്യൂസിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ ആയിരിക്കും. നല്ല ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 2 കപ്പ് മൈദ എടുക്കുന്നു. അപ്പോൾ മൈദ ഇടഞ്ഞിടുന്ന നമ്മളിങ്ങനെ സാധാരണ ഇടയുന്നതിനെക്കാട്ടി ആ പാത്രത്തിൽ വെച്ച് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഇടയുകയാണെങ്കിൽ ആ മൈദ ഒന്നും വെളിയിലോട്ട് പോകത്തില്ല. അതാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. നല്ലൊരു ടിപ്പാണ്.
2 കപ്പ് മൈദ, അതേപോലെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണിലും താഴെ വളരെ താഴെ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. അതേപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് കാർഡമം പൊടിച്ചത്, അതേപോലെ ജാതിക്ക ഒരു 1/4 ടീസ്പൂൺ താഴെയാണ് എടുത്തിരിക്കുന്നത്, അത് ഗ്രേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ എടുത്തിരിക്കുന്ന കറുവപ്പട്ട പൊടിച്ചത്, അതും 1/4 ടീസ്പൂണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഗ്രാമ്പൂ പൊടിച്ചത്, അതും 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതൊന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചെടുക്കുന്നത് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് അതിലെല്ലാം മിക്സാക്കി എടുക്കാനായിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം എടുക്കുന്നുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ മൈദയിൽ ബേക്കിംഗ് പൗഡറും ആ സ്പൈസസ് മിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് അതിൽ നിന്ന് ഒരു 3-4 ടീസ്പൂണ് മൈദ മിക്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്പൈസസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഫ്രൂട്ട്സായിട്ട് കോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ സ്പൈസസൊക്കെ കടിക്കത്തില്ലേ, അതേപോലെ എക്സാക്റ്റ് അതേപോലെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ആ മൈദ മിക്സ് ചേർക്കുന്ന സമയത്ത് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നന്നായിട്ട് തണുത്ത് വന്നിരിക്കണം, എന്നിട്ടാണ് ഇത് ചേർക്കാനായിട്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട എടുക്കുന്നുണ്ട്. മുട്ട തീരെ ചെറുതായിട്ടാണ് 4 മുട്ട എടുക്കുന്നത്, അല്ലെങ്കിൽ 3 മുട്ട മതിയാകും. ഇനി ഒരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. 500 ഗ്രാമിൻ്റെ ബട്ടറിൽ നിന്ന് അത് 100 ഗ്രാം കണക്ക് അങ്ങനെ ആ രീതിയിൽ ഇത് മുറിച്ചെടുക്കുന്നതാണ് അതെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബൗളോളം പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടിച്ച പഞ്ചസാര എടുത്താൽ പെട്ടെന്ന് അത് അലുത്ത് ആ ബട്ടറുമായിട്ട് ചേർന്ന് കിട്ടും. അല്ലെങ്കിൽ കുറേ സമയം എടുക്കും നമ്മൾ മെൽറ്റ് ചെയ്ത് വരാനായിട്ട്, ആ പഞ്ചസാര മെൽറ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പം ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് ആ ബട്ടറും പഞ്ചസാരയോടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പഞ്ചസാരയും ബട്ടറോട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ട് നമുക്കതിലേക്ക് മുട്ട ആഡ് ചെയ്യണം. മുട്ട ആഡ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 2 മുട്ട ഒരുമിച്ച് അങ്ങ് വീണ് പോയി. അങ്ങനെ വന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഷുഗറും ബട്ടറുള്ള മിക്സ് മുട്ടയോട് ചേരുമ്പോൾ അങ്ങ് പിരിഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെയാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരത്തില്ല. അങ്ങനെ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുട്ടയോട് ചേർക്കും, അങ്ങനെ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ആ കേക്കിന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ കേക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. മൂന്നാമത്തെ മുട്ടയും ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നാലാമത്തെ മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നേരത്തെ ഇടഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദ സ്പൈസസ് മിക്സ് ആണ്. അപ്പോൾ അത് 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് ആ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി സ്പീഡിലൊന്നും അടിക്കാൻ പാടില്ല, ജസ്റ്റ് ആ ഏറ്റവും സ്ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കരിച്ച പഞ്ചസാരയുടെ സിറപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. സ്പാച്ചിൽ ഉപയോഗിച്ചാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 3 പ്രാവശ്യമായിട്ടാണ്, ഒരുമിച്ചല്ല ഇട്ട് കൊടുക്കുന്നത്, 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് ഓവൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ചൂടാക്കാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ആ ബാറ്റർ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ആ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വാനില കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി വരുന്ന പോലുള്ള ബാറ്റർ ആയിരിക്കും. പക്ഷേ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇതേപോലെ ഉള്ള പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ട്രെയിലോട്ട് ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എയർ ബബിളൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതിൽ ടോപ്പിങ്ങിൽ ഡെക്കറേഷനായിട്ട് കാഷ്നട്ടും ബദാമും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നു. ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. 170 ഡിഗ്രി സെൽഷ്യസിൽ ആണ് വെച്ച് കൊടുത്തിരുന്നത്. അങ്ങനെ സ്ലോയിൽ വേണം നമ്മൾ പ്ലം കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ പ്ലം കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് മുറിച്ചും കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേപോലെയുള്ള ടേസ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ബെല്ലൈക്കണിലൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.